ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയ്ക്ക് അത്രയും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സിനാണ് ഞാനൊരു നന്ദി പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ തുടങ്ങുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ട്രെയിലർ മാത്രമാണ്. ഇന്നത്തെ വ്ളോഗിലായിരിക്കും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ രാവിലെ, അതായത് ക്രൂയിസിൽ രാവിലെ എഴുന്നേറ്റത് തൊട്ട് രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ മുകളിൽ വന്ന് നിൽക്കാനായിരുന്നു അവർ പറഞ്ഞത്. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അലാറമൊക്കെ വെച്ച് വീണെ ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു. നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും വീഡിയോയിലെങ്കിലും അത് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞു വിട്ടത്. എന്നാൽ ഒരു പ്രോപ്പർ വീഡിയോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. വീഡിയോ എടുക്കാൻ പോയ ഇവരുടെ പ്രശ്നമാണോ അതോ സൂര്യഭഗവാൻ ഇവർക്കിട്ടൊരു പണി കൊടുത്തതാണോ അതും അറിയില്ല. എന്തായാലും അവർ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി നിന്നു. എന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ. ഒരു സുഖ ജീവിതമായിരുന്നു ഗൈസ്. 7 മണിക്കാണ് രാവിലെ ഫുഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കറക്റ്റ് ഒരു 7-7:30 ആകുമ്പോൾ അവിടെ എത്താറുണ്ട്. ക്രൂയിസ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കൂടെ ഫുഡും ഞങ്ങൾ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലാണ് നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരെ കാണുക. അതായത് ഇഡ്ഡലി, സാമ്പാർ, ഊത്തപ്പം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ആലു പറാട്ട, പൂരി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. Come, let's go have a walk. Come. You'll do walkie with me. Come, let's go. We'll have juice. Want juice? Juice. Want juice? Yes? No? അങ്ങനെ വയറും മനസ്സും നിറയെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. ഒരു ദിവസം മുഴുവൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ച് വിശ്രമിച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടികളെന്ന് വിചാരിച്ചു. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവ ഒരു 6:30-7 മണീൻ്റെ ഉള്ളിൽ അവൻ എഴുന്നേൽക്കും. ദിവസവും ആ സമയത്ത് അവൻ എഴുന്നേൽക്കും. പിന്നെ കുറച്ച് നേരം നല്ല കളിയായിരിക്കും. പിന്നെ ഒരു 8:30-9 മണിയാവുന്ന സമയത്തും അവന് വീണ്ടും ഉറക്കം വരും. ആ ഉറക്കം മോന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ്. അതുകൊണ്ട് മോനെ ഉറക്കി അവൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞങ്ങൾ റൂമിലോട്ട് വന്നത്. ചെറുത് നല്ല വികൃതിയാണ്. മുടി പിടിച്ച് വലിക്കുക, മാന്തുക, കടിക്കുക, അങ്ങനത്തെ പല വിക്രസും കയ്യിലുണ്ട്. എത്ര അടി കിട്ടിയാലും മോൾ ഇന്ന് വരെ അവനെ തിരിച്ചടിച്ചിട്ടില്ല. എനിക്ക് അവർ തമ്മിലുള്ളൊരു ചേച്ചി അനിയൻ ബോണ്ടുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെറുതെന്തെങ്കിലും വികൃതി കഴിച്ച് അവനെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അപ്പം ഇവൾക്ക് ദേഷ്യം പിടിക്കും, ഇവളെന്നെ വഴക്ക് പറയും. മറിച്ച് ഇവളെന്തെങ്കിലും വികൃതി കാണിച്ച് ഞാനെന്തെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് ഇവൻ കടന്ന് കരയും. 2 പേരെയും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. പക്ഷെ ഞങ്ങൾ 2 പേരും ഈ ഒരു ഫേസ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു മൊമെന്റ്സ് ഒന്നും ഇനി നമ്മളെ ലൈഫിൽ വരാൻ പോകുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് ക്രൂയിസ്? അങ്ങനെയൊന്നും പറയണ്ട. ആരിനോട് ചോദിച്ചതാണ്, ഉത്തരം പറയാം. ഇവിടെ ഇഷ്ടപ്പെട്ടോ? എന്നാ സ്കൂളിൽ നിന്ന് പോകുന്ന ടൂർ അങ്ങ് ക്യാൻസൽ ചെയ്താലോ? അത് പോണോ? ഇവിടെ അടിപൊളിയല്ലേ? പിന്നെ ഇങ്ങോട്ട് വരൂല, പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരില്ല. കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടികൾ നമ്മൾ പോയാൽ ഇനി ഇങ്ങോട്ട് തിരിച്ച് വരില്ല. കഴിഞ്ഞ് ക്രൂയിസ് ആകെ എത്ര ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മതിയെന്ന് സാരം. മതി, ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാ ഇന്ന് തന്നെ അവളെ പാക്ക് ചെയ്താലോ? അതെന്താ? ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് മിസ് രജിത മിസ് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ആ, കുട്ടികളൊക്കെ സ്കൂളിലാണ് ഉള്ളത്. എന്താ ചെയ്യാ, പഠിക്കണ്ടേ? ഒന്നും പഠിക്കണ്ടേ? ഞാൻ അവിടെ പോയിട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ എന്ത് പറയൂ? ഇവളങ്ങ് വിട്ടാൽ നമുക്ക് ഇവിടുന്ന് വരുന്നൊരു കപ്പലുണ്ടല്ലോ, അതിൽ കയറ്റി വിടാം. എന്നെ സ്കൂളാക്കി തരും. മീനിൻ്റെ ആര് കുറച്ച് തലയിൽ മീൻ വെച്ചിട്ട് പോയിക്കോ. സ്പ്രേ അടിച്ചാൽ മതി. അങ്ങനെ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി.
അല്ലോ ഗ്ലാസിന്റെ ആണോ? എന്തായാലും കുറെ പൈസയൊക്കെ പൊട്ടിച്ച് നമ്മളിവിടെ എത്തിയതല്ലേ, അപ്പൊ കുറച്ച് പ്രഹസനമാവാന്ന് കരുതി അങ്ങനെ എടുത്ത കുറച്ച് വീഡിയോസുകളാണിത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കാര്യമായിട്ട് കുറേ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഒന്ന് തിരിയുമ്പോഴത്തേക്കും പിള്ളേർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരാൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചാടാം. അതുകൊണ്ട് തന്നെ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. ഞാൻ വീട്ടിലെത്തിയപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ. നമ്മുടെ ചുറ്റും വെള്ളം, അതിന് നടുക്ക് നമ്മൾ, നല്ല കാറ്റ്, പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ അലയടിക്കുന്ന ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് ഒരു അടിപൊളി ഫീലായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ ഈ ക്രൂസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുകയായിരുന്നു. മൊത്തത്തിലൊരു 10 നിലയിലാണ് ഈ ഒരു ക്രൂസ് ഉള്ളത്. ഇവിടെ ഇല്ലാത്തതായിട്ട് എന്തുണ്ട് എന്നാണ് എൻ്റെ ഡൗട്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവിടുത്തെ കസീനോ. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ട് എനിക്കൊന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കളിക്കാനൊന്നും ഒട്ടും ആഗ്രഹമില്ല. ഒന്നാമത്തെ കാര്യം കളിക്കാൻ അറിയില്ല, രണ്ടാമത് കുറേ പൈസ വെച്ചിട്ടുള്ള പരിപാടികളാണിത്. സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ വീഡിയോയും ചുറ്റിയടിച്ച് എടുത്തതിന് ശേഷം ഇറങ്ങാൻ നേരത്താണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. കാര്യമായിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി ഇതെന്താ സംഭവം എന്നുള്ളത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് ഈ ലുഡോയും ക്യാൻഡി ക്രഷും കളിച്ചിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്കും ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റിയല്ലോ. അങ്ങനെ അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഷോപ്പിങ്ങിനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ കണ്ടു നടക്കാം എന്നല്ലാതെ ഒന്നും വാങ്ങാൻ അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഞങ്ങൾ ക്രൂസിൽ പോയതിൻ്റെ ഓർമ്മയ്ക്ക് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എടുക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾ ഒന്നിന് കൊടുത്ത പൈസ 350 രൂപയാണ്. വേറെ ഒരു സാധനവും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. അടുത്ത ഞങ്ങൾ പോയത് അവിടുത്തെ തിയേറ്ററിലേക്കാണ് കേട്ടോ. ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഓരോ ഡക്കുകാർക്ക് ഓരോ സമയത്താണ് ഓരോ പരിപാടികൾ. ഞങ്ങൾ ബ്രോഷർ നോക്കിയ സമയത്ത് ഒരു 6:30 ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവിടെ കുറേ ടൈം കളഞ്ഞില്ല. പിന്നെ ഞങ്ങളിതാ നടക്കുന്ന സമയത്ത് കാണുന്നത് ഒരു മെന്റലിസം പോലെ എന്തോ ഒരു പരിപാടിയായിരുന്നു. അവിടെ തന്നെ ചെറുതായിട്ടൊരു ബാർ സെറ്റപ്പും ഉണ്ടായിരുന്നു. അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അറിയാതെ ഒന്ന് അവിടെ വരെ പോയി കുടിക്കാനൊരു ടെൻഡൻസി വരും. ഇത്ര ബിൽഡപ്പ് ഇട്ട് കുടിക്കുന്നത് ആൽക്കഹോളൊന്നും അല്ല കേട്ടോ, ഒരു സ്പ്രൈറ്റാണ്. ഞാനും എൻ്റെ ചെറിയ പിള്ളേരും സ്പ്രൈറ്റും ഫാൻറ്റയിലൊക്കെ അങ്ങ് ഒതുക്കി, ബാക്കിയുള്ളവർ വൈനും വാങ്ങി. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കാറ്. ഇവിടുന്ന് ഞങ്ങളും ഒരു ലോഡ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ കുറേ പേർക്ക് ഞാൻ ഫോട്ടോ എടുത്തും കൊടുത്തു. കുറേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വാവയാണെങ്കിൽ നല്ലൊരു ഉറക്കം പാസ്സാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ ഉടനെ പാലൊക്കെ കൊടുത്ത് പിന്നെ അവനങ്ങ് അവൻ്റെ വഴിക്ക് വിട്ടു. ചേട്ടനും ചേച്ചിയും നല്ല പൊന്നു പോലെയാണ് അനിയനെ നോക്കിയത്. പിന്നെ കുറേ നേരം അവിടെ നിന്ന് നല്ല കളിയായിരുന്നു. ഞാനും അവരുടെ കൂടെ കുറച്ച് നേരം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് കളിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊന്നായിരുന്നു വൈഫൈ. ഞങ്ങൾ ജസ്റ്റ് 2 ഡേയ്സിന് മാത്രമായിട്ടുള്ളതുകൊണ്ട് 600 MB ആണ് ഞങ്ങൾ വാങ്ങിയത്. അതിന് ഞങ്ങൾ കൊടുത്തത് 1300 രൂപയാണ്. പിന്നെ 2 GB വരുന്നത് 5000 രൂപയാണ്. പിന്നെ ക്രൂസിൻ്റെ ഉള്ളിൽ സ്മോക്കിംഗ് തീരെ പാടില്ല. അങ്ങനെ എങ്ങാൻ പിടിച്ചു കഴിഞ്ഞാൽ 8000 രൂപ എങ്ങാനാണ് അവിടെ പെനാൽറ്റി കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോളർ കണക്കിലാണ് കേട്ടോ. പിന്നെ എല്ലാ ഡെക്കിലും ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ടാവും. അവിടുത്തെ ഒരുവിധം എല്ലാ ബാത്റൂമിലും ഞാൻ കയറിയിട്ടുണ്ട്. കാരണം മോൻ ഏത് ഡെക്കെന്നാണ് കരയാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടി വേഗം ബാത്റൂമിൽ കയറിയിരുന്ന് പാലങ്ങ് കൊടുത്തിങ്ങ് വരും. അടുത്തതൊരു മ്യൂസിക് പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. സാധാരണ ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് ഇങ്ങനെ നിർത്താതെ ഇടുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നേരെ തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എല്ലാ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇട്ടത്. അതിൻ്റെ മെയിൻ റീസൺ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ നെറ്റില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എനിക്ക് 5 ദിവസം വയറിനൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. സാധാരണ അങ്ങനെയല്ലായിരുന്നു. നമ്മളൊരു ദിവസം ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് ഒന്നെങ്കിൽ തലവേദന, ഛർദി, വയറുവേദന, ഇല്ലാത്ത എല്ലാ രോഗങ്ങളും വരുമായിരുന്നു. ഇനി അടുത്തൊരു ട്രിപ്പ് പോകുമ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. ഞാൻ നേരത്തെ ഓരോ വൈഫൈൻ്റെയും മറ്റും റേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും എക്സാക്ട് റേറ്റ് അല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഡോളറിന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏകദേശ റേറ്റാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ ഫോട്ടോ എടുത്തു തരും നമ്മൾ. അതിൻ്റെ 3 പ്രിൻറ്റഡ് കോപ്പിക്ക് 1300 രൂപയാണ് നമ്മൾ അവിടെ നിന്ന് കൊടുത്തത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയൊരു ട്രാവൽ വ്ളോഗർ ഒന്നുമല്ല.
ഞാൻ ക്രൂസിനെടുത്ത ഒരു വീഡിയോ റീൽസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പാക്കേജ് റേറ്റ് എങ്ങനെയാണ്, വൈഫൈക്ക് എത്രയാണ്, അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിധി നിങ്ങൾക്കറിയാലോ, 2 പിള്ളേരെയും വെച്ച് എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നത്ര ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വേണ്ട കുറച്ച് ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആധികാരികമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടോളൂ, ഒരു പ്രശ്നവും ഇല്ല. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലക്ഷറി ക്രൂസ് ഷിപ്പാണ് കോർഡിലിയ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, അതായത് പാക്കേജ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബുക്കിങ്ങിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഇവരുടെ തന്നെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ബാക്ക് ടു നമ്മുടെ ബാക്കി കഥയിലേക്ക് വരാം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്ന് കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും കാര്യമായ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കാരണം അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ ചുമ്മാ നടന്നതാണ്. അപ്പോൾ അവിടെ ജിമ്മ് കണ്ടു, പിന്നെ സ്പാ ഒക്കെ ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. അതിനൊക്കെ നല്ല രീതിക്ക് പൈസ കൊടുക്കണം. അതുപോലെ ഒരു ഡേ കെയർ സെറ്റപ്പും അവിടെ ഉണ്ട്. പക്ഷെ ആകെ 1-2 കുട്ടികൾ മാത്രമേ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഇവിടെയാണ് കേട്ടോ. സൺസെറ്റ് കാണാനായിട്ട് വന്നതാണ്. ആ ഒരു കാറ്റും കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ നേരം സിനിമ സ്റ്റൈലിൽ വിദൂരതയിലേക്ക് അങ്ങ് നോക്കി നിന്നു. പിന്നെ ക്യാമറ ഓഫാക്കിയപ്പോൾ അങ്ങ് തിരിച്ചു പോന്നു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോൻ നിർത്താതെ കരയായിരുന്നു. ആ വീഡിയോ എടുക്കാനുള്ള സമയമെങ്കിലും അവൻ തന്നല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാൻ മോനെയും കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുട്ടികളുടെ കരച്ചിലിനിടയ്ക്ക് സൂര്യൻ കടലിൽ താന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞാൻ എൻ്റെ മുടിയാട്ടം വീണ്ടും തുടർന്നു. ഞങ്ങൾ കുറച്ച് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടുന്ന് താഴേക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഈ ഒരു ഏരിയയിൽ കുറേ ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ആ സ്പോട്ടിലൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. കാരണം അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂവിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. കാരണം 6:30 നമ്മുടെ ഷോ തുടങ്ങും. ഈ ഡ്രാമ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതവർ നിർബന്ധമായി നമ്മളോട് പറഞ്ഞ കാര്യമാണ്. രാവിലെ നമ്മളിവിടെ വന്നത് ഓർമ്മയില്ലേ? ആ സമയത്ത് ആ ചെറിയൊരു പോർഷൻ കണ്ടപ്പോൾ തന്നെ എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടെ വന്നിരുന്നു. പക്ഷേ മുഴുവൻ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചെറുത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് തിരിഞ്ഞു കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് കുറേ തപ്പി നടന്നു. വന്നതിന് ശേഷം ഞങ്ങളാകെ 1-2 സിനിമ മാത്രമേ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. ഇതെങ്കിലും ഒന്ന് കാണാൻ പറ്റണേ, അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചിരണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പം എനിക്ക് സമാധാനമായി. അപ്പം നമുക്ക് സമാധാനമായിട്ട് ഫീഡ് ചെയ്യാമല്ലോ. എന്തോ ഭാഗ്യത്തിന് പാല് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ നല്ല ഉറക്കമുറങ്ങി. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നല്ല സമാധാനത്തോടെ ഞങ്ങൾ ഇരുന്ന് കണ്ടു. ഇതാ സ്കിറ്റിൻ്റെ ലാസ്റ്റ് പോർഷനാണ് കേട്ടോ. ലാസ്റ്റ് എത്തിയ സമയത്ത് അവർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഫോട്ടോസോ വീഡിയോസോ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ എന്ന്. അപ്പോൾ സ്കിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അതിനിടയ്ക്ക് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പം ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നു. നമ്മൾ ഫുഡ് വെച്ച ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഇളക്കം ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ച് ഇളക്കം കൂടിയ കപ്പലാണെന്ന് തോന്നുന്നു. എന്തായാലും ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇത് അടുത്തൊരു കോമഡിയാണ്. ആ ക്രൂസിൽ വന്ന ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോണും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, അതായത് മേലെ വരെ പോയി അവിടുന്ന് താഴേക്ക് വരുന്നത്. അതുപോലെ എടുക്കാൻ നോക്കിയതായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെത് ചീറ്റിപ്പോയി. എൻ്റെത് നേരെ താഴെ പോയി, അവിടെ നിന്നു. പിന്നെ നേരെ മേലോട്ട് പോയി, അവിടെ കുറേ നേരം നിന്നു. അങ്ങനെ വൃത്തിയിലൊരു വീഡിയോ എനിക്ക് കിട്ടിയില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ക്രൂസ് ഷിപ്പിൻ്റെ ഉള്ളിലുള്ള രാത്രിയത്തെ വ്യൂ എന്ന് പറയുന്നത്. എന്താ പറയുക, ഇപ്പം ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉൾവശം, അല്ലെങ്കിൽ അതുക്കും മേലെ. രാത്രിയിൽ ചുമ്മാ ഇങ്ങനെ ചുറ്റിയടിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇന്നലെ ബാക്കി വെച്ച് പോയ ഡാൻസ് ഉണ്ടല്ലോ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭർത്താക്കന്മാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പോയി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പിടിയാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഇങ്ങനൊരു ദിവസം എപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ്. നാളെ നമുക്ക് ആരോഗ്യത്തോടൊന്ന് എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. കുറേ പേര് ഞങ്ങൾ കയറി ചെല്ലുന്ന സമയത്ത് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ സമയത്ത് പാർട്ടി തുടങ്ങാനുള്ള ടൈം ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുത് കൈയും കാലിട്ട് അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. പാട്ട് കേട്ടാൽ അപ്പം അവന് ഡാൻസ് ചെയ്യണം. അതേപോലെയാണ് എൻ്റെ മോളും. വീക്ക് കളിക്കാൻ ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ കളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേണ്ടോളം കളിച്ച് മതിയായപ്പം ഞങ്ങൾ നിർത്തി. പക്ഷെ ഞങ്ങൾ റൂമിലേക്ക് പോയില്ല. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഡാൻസ് കണ്ടിരുന്നു. ഞങ്ങൾ തലേ ദിവസം കളിക്കാൻ വരുമ്പോൾ കണ്ട ആളുകളെക്കാൾ ഡബിൾ ആൾക്കാർ ആ ദിവസം ഉണ്ടായിരുന്നു. ഇന്നും കൂടി നമുക്ക് ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് കാര്യമായി തന്നെ വാങ്ങി കുടിച്ചു ഞങ്ങൾ രണ്ടുപേരും. അതോടുകൂടി ഈ പരിപാടിൻ്റെ ഒരു കലാശക്കൊട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചെറുത് നല്ല ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഫേസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ക്ഷീണിച്ച് അവശയായിരിക്കുന്ന എൻ്റെ മുഖമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉറങ്ങി തൂങ്ങി റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ പകുതി വഴിക്ക് ആക്റ്റീവായി. പിന്നെ ഒരു അരമണിക്കൂർ അവിടെ കളിയൊക്കെ കണ്ടിരുന്നിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോയത്. ചെറുതനാണെങ്കിൽ അവിടുന്ന് ഒരു കുഞ്ഞു ബോൾ കിട്ടി. അതും എറിഞ്ഞെറിഞ്ഞ് കളിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റൂമിലാക്കി. ഇതവിടുത്തെ ബാറാണ് കേട്ടോ. രാത്രിയിൽ ഇതാ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പോട് കൂടിയാണ് ഈ ബാർ ഉണ്ടാവുക. ഒരു 12 മണി 12:30 ആയതുകൊണ്ട് കേട്ടോ ആരെയും കാണാത്തത്. അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആളുകളാണ്. അങ്ങനെ ക്രൂയിസിലെ അവസാനത്തെ ഡേ ആണ്. നല്ല രീതിക്ക് നമ്മൾ അടിച്ച് പൊളിച്ചു. നല്ല വിഷമമുണ്ട് ഉള്ളിൽ. നാളെ പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പം. നാളെ പുലച്ചയ്ക്ക് എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് 7 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ചെല്ലണം. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇവിടെ നിന്ന് പുറത്ത് പോകണം എന്നാണ്. അതുകൊണ്ട് വേഗം കിടന്നുറങ്ങണം. ഇപ്പം തന്നെ സമയം 12:30 കഴിഞ്ഞു. കാരണം മുകളിൽ ഒരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞ് ഫുള്ള് ഡ്രസ്സെല്ലാം നമ്മൾ മടക്കി വെച്ചു. വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒരു പെട്ടിയിലാക്കി. പിന്നെ നമുക്ക് ഇടാനുള്ളത് വേറെ പെട്ടിയിലാക്കി. ഇടാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലേക്കല്ല ഗൈസ്. നമ്മൾ ഇനിയും നമ്മളെ ടൂറൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം അടുത്ത നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചിയാണ്. കൊച്ചിയിൽ നമുക്ക് ഒരു റിസോർട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 3 days ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോൾക്ക് ഒരു ടൂറ് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട് 31st. അപ്പം മോൾക്ക് അത് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. അപ്പം അവളോട് നോ എന്ന് പറയാനും പറ്റില്ല. അപ്പം നമ്മളത് 31st എന്നുള്ളത് ക്യാൻസൽ ചെയ്തു. 30 വൈകുന്നേരം നമ്മൾ പോവും. മോക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര അങ്ങ് പിടിച്ചു പോയി. രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തൊട്ട് പറയാണ് ഇവിടുന്ന് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുക, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ. പക്ഷേ എന്ത് ചെയ്യാം, പോയല്ലേ പറ്റൂ. ഞാനൊക്കെ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഈ ഒരു കുഞ്ഞ് ഏജിൽ തന്നെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ. അതൊക്കെയല്ലേ വലിയ കാര്യം. അപ്പം എന്തായാലും ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. കുറേ നല്ല മെമ്മറീസ് ഉണ്ട്. കുറേ ആളുകളെ പരിചയപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരുവിധം എല്ലാം മലയാളികളായിരുന്നു. പാലക്കാട്, തിരുവനന്തപുരം, പിന്നെ ആലപ്പുഴ, കുറേ പേര്, കോഴിക്കോടൊന്നും കുറേ പേര് പരിചയപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മുടെ ക്രൂയിസിലെ വിശേഷങ്ങൾ. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു.
എല്ലാം കൊണ്ടു, എല്ലാം സ്റ്റാഫായാലും എല്ലാവരും മക്കളെ പേരൊക്കെ അവർ പഠിച്ചു. മോനൊക്കെ ഇപ്പോൾ എത്തുമ്പോൾ ഇങ്ങനെ പേര് വിളിക്കുന്നു, അവനായിട്ട് കളിക്കുക. അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം നമുക്ക്. ഞാൻ ജസ്റ്റ് ചൂടുവെള്ളം കൊണ്ടൊന്ന് ഫേസൊക്കെ ഒന്ന് കഴുകി, നല്ല വൃത്തിയൊന്നും ആയിട്ടില്ല. പിന്നെ വയ്യ, ഒന്ന് വേഗം കിടന്ന് ഉറങ്ങണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അപ്പം ഇപ്പം ഞാൻ ഉറങ്ങട്ടെ. ബൈ 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 ബൈ. അപ്പം നമ്മുടെ ക്രൂയിസിനോട് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായി. പക്ഷെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമ്മുടെ പാക്കേജിലുണ്ട്. അപ്പോൾ അതുകൂടെ തട്ടിയിട്ട് നമുക്ക് പോവാം. ആസ് യൂഷ്വൽ നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങേണ്ട ആൾക്കാർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അധിക പേരും ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. ഗുഡ് മോർണിംഗ് പറ. വാട്ട്? ഹായ് ഗായ്സ് പറ. ഹായ് ഗായ്സ്. ഹായ് ഗൂയ്സ്. ആ ഹായ് ഗൂയ്സ്. ഇതേത് ഭാഷ? ഇതേത് ഭാഷ? ഇനി ആരും പറയണം എന്തെങ്കിലും? ആ പറയൂ. മോൻ തന്നെയാ പറയണ്ടേ. ഓക്കെ ബൈ. ഒരു പാട്ട്. ഒരു പാട്ട് പാടോ പ്ലീസ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. Baby shark, baby shark, baby shark, baby shark, daddy shark, daddy shark, daddy shark, daddy shark. അങ്ങനെ അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ് ഗൈസ്. പുറത്തേക്ക് ഇറക്കുന്നവരെയുള്ള രംഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കിലായിപ്പോയി. പെട്ടിയും കിടക്കയേറ്റ് എത്രയും പെട്ടെന്ന് ഡെക്ക് ചൂലെത്താൻ. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ലൈനായിട്ട് നിർത്തിച്ചു. പക്ഷെ നമ്മുടെ വാവ നിർത്താതെ കരച്ചിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉള്ളവരോട് പെർമിഷൻ ചോദിച്ച് നേരെ ബാത്റൂം പോയിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഇറങ്ങാനാകുമ്പോൾ വിളിച്ചോട്ടെ എന്ന് കരുതി ഞാനും അവിടെ തന്നെ ഇരുന്നു. ലൈൻ അവിടെ എത്താനായപ്പോൾ ആരോ വന്ന് എന്നെ വിളിച്ചു. നേരെ ലൈന് കയറി. നമുക്ക് ക്രൂയിസ് കയറുന്ന സമയത്ത് ഒരു കാർഡ് തന്നിട്ടുണ്ടാവും. ആ കാർഡ് നമ്മളവിടെ കാണിക്കും. എന്തെങ്കിലും പേയ്മെൻറ്റ് ബാക്കിയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളാൻ പറയും. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് ഇങ്ങനത്തെ കുറേ യാത്രകൾ. അനുഭവങ്ങളെക്കാൾ വലിയ പാഠമില്ലെന്നല്ലേ. എന്തായാലും ക്രൂസ് ഷിപ്പിലെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ്. അവിടെ നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾ പോയി താമസിക്കാൻ പോകുന്നത് ഒരു സാധാ റിസോർട്ടിലല്ല, ഒരു ഹിറ്റ് മൂവി ഷൂട്ട് ചെയ്ത വീട്ടിലാണ്. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ഒരു പ്രേത സിനിമയാണ്. അറിയുന്നവർ കമൻറ്റ് ബിലോ. ശരിയായ ഉത്തരം പറയുന്ന ആൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്, ഒരു കുട്ടി സമ്മാനം. അപ്പം എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത വീഡിയോ അയച്ച് കാണാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ബൈ.